ഈ പ്രക്ഷോഭങ്ങളെ നമുക്ക് കേവലമായ ഒരു ജനാധിപത്യ ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രക്ഷോഭം എന്നതിനപ്പുറത്തേക്ക് അവരുടെ സാമ്പത്തികമായും സാമൂഹികമായും അവരെ നേരിടുന്ന സാധാരണക്കാരായ മനുഷ്യരെ നേരിടുന്ന വലിയ പ്രതിസന്ധികളുടെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ കൂടി വേണം കാണാനെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ രീതിയിലുള്ള വിലക്കയറ്റം എന്ന് പറയുന്നത് ഇറാനിലെ സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്നുണ്ട്. ഇത് തന്നെ ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നത് തന്നെ ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്ന ടെഹ്റാനിലെ ഒരു മാർക്കറ്റിൽ നിന്ന്. ആ ഗ്രാൻഡ് ബസാറിന്റെ പ്രത്യേകത 1979 ഷായ്ക്കെതിരെയുള്ള പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഈ ഗ്രാൻഡ് ബസാർ. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ 1979 അലയൊലികൾ അത്തരത്തിൽ നമ്മളെ ചരിത്രത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാനൊക്കെയുള്ള ഒരു ശ്രമം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സവിശേഷമായൊരു സാമ്പത്തികമായ ഒരു ക്ലേശത്തിലൂടെ ഇറാൻ കടന്നു പോകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. ആ യാഥാർത്ഥ്യം എങ്ങനെ ഉണ്ടായി എന്നതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ചോദിച്ച അമേരിക്കയ്ക്ക് ഇതിൽ ഇടപെടാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കുറച്ചും കൂടി കൃത്യമായ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഉപരോധങ്ങളാൽ പലതരത്തിൽ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ 2015 അവരുടെ അണുവായുധ ശേഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അണുവായുധ ശക്തിയുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഉപരോധങ്ങളെല്ലാം ഏർപ്പെടുത്തപ്പെട്ടത്. 2015 നമ്മൾ സാധാരണയായി തിയോക്രാറ്റിക് സ്റ്റേറ്റുകളെ കുറിച്ച് പറയുക, അവർ പ്രാഗ്മാറ്റിക് അല്ല എന്നുള്ളത്, അവർ പ്രായോഗികമായി ചിന്തിക്കുന്നതിൽ വെച്ച് ഇമോഷണലായി ചിന്തിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ഉള്ള ആക്ഷേപം. പക്ഷേ ഇറാനെ സംബന്ധിച്ച് 2015 ഈ പറയുന്ന ന്യൂക്ലിയർ ഡീലിൽ അവർ അംഗീകരിക്കുകയും അത് അമേരിക്കയോട് ഉൾപ്പെടെ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2018 ഏകപക്ഷീയമായി ട്രംപ് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു. ആ പിന്മാറ്റം മൂലവും അതിനെതിരെയുള്ള ഇറാന്റെ നടപടി എന്ന രീതിയിലുമാണ് ഈ ന്യൂക്ലിയർ പ്രോഗ്രാമുമായി, അതായത് അണുവായുധ ശേഷി വികസിപ്പിക്കലുമായി ബന്ധപ്പെട്ട അണുവായുധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിപാടികളുമായി നമ്മുടെ ഇറാൻ മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് സ്നാപ്പ് ബാക്ക് സാങ്ഷൻസ് എന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയന്റെയും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുടെയും സാങ്ഷൻസും കൂടി ഉണ്ടാകുന്നു. ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഒരു പ്രത്യേകമായ സാമ്പത്തികമായ സാമൂഹികമായ പ്രതിസന്ധി ഉടലെടുക്കുന്നു. അതിനെ കൂടി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കിതിന് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് കേവലം ഒരു ജനാധിപത്യ പ്രക്ഷോഭമെന്നും ഒരു മത നേതൃത്വത്തിനെതിരെയുള്ള പ്രക്ഷോഭം എന്നൊക്കെ വ്യാഖ്യാനിച്ചു പോകാമെങ്കിലും അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഉപരോധങ്ങൾ മൂലം ഉണ്ടാകുന്ന ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളെ കൂടി മനസ്സിലാക്കണമെന്നുണ്ട്. സൃഷ്ടിക്കപ്പെട്ടത് കൂടിയാണ്.